ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഷെയർ ഫോർഫീറ്റിംഗ് ആണ്. എന്താണ് ഈ ഷെയർ ഫോർഫീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സ് അവർ മേടിച്ചേക്കുന്ന ഷെയർസിൻ്റെ ഫുൾ എമൗണ്ട് അടച്ചിട്ടില്ലെങ്കിൽ അത് കമ്പനി അല്ലെ ക്യാൻസൽ ചെയ്യുന്ന പണിക്കാണ് എന്ത് പറയുന്നത്, ഷെയർ ഫോർഫീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഷെയറിലെ എമൗണ്ട് നമ്മൾ അടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ്. ആദ്യം ആപ്ലിക്കേഷൻ എമൗണ്ട് അടക്കുന്നു, പിന്നെ അലോട്ട്മെൻറ്റ് എമൗണ്ട് അടക്കുന്നു, പിന്നീട് കോൾ മണീസ് അവർ പറയുന്നതനുസരിച്ച് അതും അടക്കുന്നു. അതായത് 10 രൂപ വിലയുള്ള ഷെയർ നമ്മൾ ആദ്യം ചിലപ്പോൾ ആപ്ലിക്കേഷനിൽ 2 രൂപ, പിന്നെ അലോട്ട്മെൻറ്റ് സമയത്ത് 3 രൂപ, ഫസ്റ്റ് കോളിൻ്റെ 3 രൂപ, പിന്നെ 2 രൂപ ഫൈനൽ കോൾ. ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും പൈസ അടച്ചു പോകുന്നത്. അപ്പോൾ ഇതിൽ ഈ പറയും പോലെ തന്നെ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടക്കാതെ വന്നു കഴിഞ്ഞാൽ കമ്പനി വീണ്ടും ഒരു ഡേറ്റും കൂടെ തരും, ഇന്ന ഡേറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആ ഡേറ്റ് നമ്മൾ അടച്ചിട്ടില്ല എങ്കിൽ ആ ഷെയർ അവർ ക്യാൻസൽ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ ഫോർഫീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെയർ ഫോർഫീറ്റിങ്ങിൽ പിന്നെ നമുക്കുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയർ ക്യാൻസൽ ചെയ്യുന്ന എൻട്രി എഴുതണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നോക്കാം, നിലവിലൊരു പ്രോബ്ലം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അതിലപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഷെയർ ഫോർഫിറ്റ് ചെയ്യുന്നതിൻ്റെ എൻട്രിയും അതോടൊപ്പം തന്നെ ഇത് റീ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ എൻട്രിയും പറയുന്നത് നോക്കാം. അപ്പോൾ നിലവിൽ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: പ്രയാഗ് ലിമിറ്റഡ് forfeited 2000 shares of rupees 10 each fully called up on which they had received only 14,000. ഇപ്പോൾ പ്രയാഗ് ലിമിറ്റഡിന് 2000 ഷെയർ ഉണ്ട്, അതാണ് ഇപ്പോൾ ഫോർഫീറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ 10 രൂപ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കോൾഡപ്പും കൂടെയാണ്. അപ്പോൾ 20,000 രൂപയാണ് ആ 2000 ഷെയറിൽ നിന്ന് കമ്പനിക്ക് കിട്ടേണ്ടിയിരുന്നത്. എന്നാൽ അതിനകത്ത് 14,000 രൂപയെ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ 6,000 രൂപ അപ്പോൾ കിട്ടിയിട്ടില്ല. ഈ 6,000 രൂപ കിട്ടാത്തത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർഫീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർഫീറ്റിംഗിന്റെ എൻട്രി ക്യാൻസലേഷൻ ഓഫ് ഷെയർ ആണ് എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം ഷെയർ ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യണം. ഷെയർ ക്യാപിറ്റലിനെ ക്യാൻസൽ ചെയ്യാൻ അതിനെ ഡെബിറ്റ് ചെയ്താൽ മതി. അതാണ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, 20,000 രൂപ. കിട്ടിയ എമൗണ്ടിനെ എഴുതേണ്ട പേരാണ് ഷെയർ ഫോർഫീറ്റഡ്, അത് 14,000 ക്രെഡിറ്റ് ചെയ്ത് അത് വെക്കുക. ഇനി കിട്ടാത്ത എമൗണ്ട് ഏത് കോളാണ്, ഏത് അലോട്ട്മെന്റ് ആണ് എന്നൊക്കെ അറിയാമെങ്കിൽ, അലോട്ട്മെന്റ് എമൗണ്ട് ആണോ കോൾ എമൗണ്ട് ആണോ എന്നൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ആ പേര് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ കോൾസ് ഇൻ അരിയർ അങ്ങോട്ട് എഴുതിയാലും മതി. ഇനി ഓരോന്ന് വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ കോൾസ് ഇൻ അരിയർ എന്ന പേരിൽ തന്നെ അത് റെക്കോർഡ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും 6,000 രൂപ കിട്ടാത്തത് ആ പരുവത്തിൽ റെക്കോർഡ് ചെയ്തു. ഇതിന് ശേഷം ഇതോടുകൂടി ഫോർഫീറ്റിംഗിന്റെ എൻട്രി കഴിഞ്ഞു. ഇനി അടുത്താണ് ഇതെന്ന് റീ ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ കമ്പനി നിലവിലുള്ള ഈ കുടിശ്ശികയുള്ള ഷെയറുകൾ എന്തിനാണ് ഫോർഫീറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആവശ്യക്കാർക്ക് ഇത് കൊടുത്തിട്ട് കമ്പനിക്ക് ആവശ്യമുള്ള എമൗണ്ട് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്ന് അർത്ഥം. പുതിയ പുതിയ ഹോൾഡേഴ്സിനെ പിന്നെ ആപ്ലിക്കൻസിനെ കണ്ടുപിടിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഷെയർ റീ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അതിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റീ ഇഷ്യൂ ചെയ്യുമ്പോഴും ക്യാഷ് കിട്ടും, പക്ഷേ പൊതുവേ റീ ഇഷ്യൂ ഡിസ്കൗണ്ടിലാണ് നടത്താറുള്ളത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലും അങ്ങനെ തന്നെയാണ്. ഔട്ട് ഓഫ് ദിസ് 2,000 ഷെയർസ് 50 ഓഫ് ദ ഫോർഫീറ്റഡ് ഷെയർസ് were reissued for ₹9 per share fully paid up. 50 എണ്ണം റീഇഷ്യൂ ചെയ്യുന്നുണ്ട് 2000-ൽ. അത് 9 രൂപക്കാണ് റീഇഷ്യൂ ചെയ്തേക്കുന്നത്. 10 രൂപ തന്നെയാണ് ഫേസ് വാല്യൂ. അപ്പോൾ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിട്ടാണ് കൊടുത്തേക്കണം. അതായത് 1 രൂപ ഡിസ്കൗണ്ടിലാണ് ഇത് ഇഷ്യൂ നടത്തിയിരിക്കുന്നത്. അപ്പോൾ 50-ന് 9 വെച്ച് കിട്ടിയത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ അത് എഴുതുക. അതിൽ 1 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അത് ഡിസ്കൗണ്ട് എന്ന പേരിലല്ല റെക്കോർഡ് ചെയ്യുന്നത്, പകരം ഇതൊരു നഷ്ടമാണല്ലോ കമ്പനിക്ക്. ഈ കമ്പനി ഷെയർ ഫോർഫീറ്റ് ചെയ്തപ്പോൾ ഒരു ലാഭവും കമ്പനിക്കുണ്ട്. അതായത് 14,000 രൂപ നമ്മൾ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചല്ലോ. ഈ എമൗണ്ട് ഇവരുടെ പഴയ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഷെയർ മേടിച്ചവൻ പൈസ അടച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ 6,000 അടച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഷെയർ ക്യാൻസൽ ചെയ്യും. ഈ ഷെയർ ക്യാൻസൽ ചെയ്യുമ്പോഴുള്ള പ്രത്യേകത, ഈ അടച്ച കാശ് മുഴുവൻ കമ്പനിക്ക് തന്നെ പോകും. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഷെയർ ഫോർഫീറ്റിംഗ് ഒരു ലാഭമുള്ള പരിപാടിയാണ്. അങ്ങനെ 14,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, റീ ഇഷ്യൂ സമയത്തുള്ള ഡിസ്കൗണ്ട് മീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിലവിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 50 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഇതാണ്, ഈ 14,000-ൽ അത് 2,000 ഷെയറിൽ നിന്ന് കിട്ടിയേക്കുന്ന എമൗണ്ടാണ്. ഇവിടെ 50 ഷെയർ നമ്മൾ റീ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ 50 ഷെയറിൽ നിന്ന് നമുക്ക് എത്ര എമൗണ്ട് ആണ് കിട്ടുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 14,000-ന് എന്ത് ചെയ്താൽ മതി, 2,000 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ഷെയറിൽ നിന്ന് കിട്ടിയത് എത്രയാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അതേ ഇൻറ്റു 50 ചെയ്താൽ 50 ഷെയറിൻ്റെ കിട്ടും. ഇതാണ് ഞാൻ ആ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടേക്കുന്നത്. 14,000 ഡിവൈഡ് ബൈ 2,000 ഇൻറ്റു 50. അപ്പോൾ 350 രൂപയാണ് ശരിക്കും ഈ ഒരു ഷെയറിൽ നിന്ന് കമ്പനിക്ക്, 50 ഷെയറിൽ നിന്ന് കമ്പനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിനെ പിന്നെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നിലവിൽ റീഇഷ്യൂ ചെയ്തപ്പോൾ എത്രയാണോ ഡിസ്കൗണ്ട് കൊടുത്തേക്കുന്നത് ആ ഡിസ്കൗണ്ട് എമൗണ്ട് അങ്ങോട്ട് മൈനസ് ചെയ്യാം. ആ ഡിസ്കൗണ്ട് എമൗണ്ട് ആണ് 50 രൂപ. അപ്പോൾ 350-ൽ നിന്ന് 50 മൈനസ് ചെയ്തു, എത്ര കിട്ടി, 300 എന്ന് കിട്ടിയിട്ടുണ്ട്.
ഈ 300-നെയാണ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റി എഴുതേണ്ടത്. അതായത് ഈ പറയുന്ന റീഇഷ്യൂവിന് ശേഷം നമുക്ക് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിലുള്ള ഫിഗർ ഒക്കെ നേരെ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറണം. അപ്പൊ ഫുൾ എമൗണ്ട് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രയാണോ റീഇഷ്യൂ ചെയ്തത് അതിന്റെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് 14,000 നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2000 ഷെയറും റീഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിൽ ഒന്നും എഴുതാൻ പാടില്ല. അത് ഫുൾ ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ടിന് ശേഷമുള്ള ഫിഗർ ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റണം. അപ്പൊ ഇത്രയുമാണ് ഷെയർ ഫോർഫീറ്റിങ്ങും റീഇഷ്യൂവും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വളരെ ചുരുക്കി ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു പ്രോബ്ലം വെച്ച് നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസും കൂടെ ഒക്കെ പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിലൊക്കെ ഇട്ടേക്കുക. പിന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് കമന്റിൽ ഇട്ടു വെക്കാം. ക്വസ്റ്റ്യൻ ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ക്വസ്റ്റ്യൻ ഒന്നുകൂടെ അതിനകത്ത് ഷെയർ ചെയ്തിട്ടേക്കാം. അതുകൂടെ നോക്കിയേക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.